ജെറുസലേമിൽ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപിന്റെ ഗാസ വിഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് നെതന്യാഹു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ വിഷൻ യാഥാർത്ഥ്യമാക്കാൻ ഇസ്രായേൽ സർക്കാർ യുഎസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത്. പദ്ധതി ട്രംപ് മുന്നോട്ട് വച്ചപ്പോൾ തന്നെ നെതന്യാഹു ഇരു കൈയും നീട്ടി സ്വീകരിച്ചെങ്കിലും മറ്റ് നേതാക്കളിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങളാണ് നേരിട്ടത്. പലസ്തീനുകളെ ഒഴിപ്പിച്ച് ഗസ ഏറ്റെടുക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്റെ പശ്ചിമേഷ്യൻ പര്യടനം ആരംഭിച്ചു. ഗസ വെടിനിർത്തൽ ചർച്ചകൾ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് റൂബിയോയുടെ ഈ ഒരു പര്യടനം വരുന്നത്. ഇസ്രായേലിനെ കൂടാതെ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളും റൂബിയോ സന്ദർശിക്കും. ഈ ഒരു പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ ഇസ്രായേൽ തലവൻ ബെന്യാമിൻ നെതന്യാഹുവുമായി ജെറുസലേമിൽ മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നിർദ്ദേശം നടപ്പിലാക്കാൻ തന്റെ സർക്കാർ യുഎസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു വ്യക്തമാക്കി. ട്രംപ് മുന്നോട്ട് വെച്ച വിവാദ പദ്ധതിയിൽ ഗസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കലും പുനർവികസന പദ്ധതികൾക്കായി എൻക്ലേവിൽ താമസിക്കുന്ന 20 ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഈ ഒരു പദ്ധതിയെ ധീരവും അതുപോലെ ദീർഘവീക്ഷണമുള്ളതെന്നുമാണ് നെതന്യാഹു ന്യായീകരിച്ചത്. ഈ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഇരുവരും ഇറാനിനെ അക്രമത്തിനും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിലുള്ള പ്രതിസന്ധിക്കും കുറ്റപ്പെടുത്തി. ഒപ്പം ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് തെഹ്റാനെ തടയേണ്ടതുണ്ടെന്നും ഊന്നി പറഞ്ഞു. ഇറാനെ ആണവശക്തിയാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയതാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. ഗസയിലെ മുഴുവൻ ബന്ദികളെയും ഉടൻ വിട്ടയക്കണമെന്നാണ് ട്രംപിന്റെ തീരുമാനമെന്ന് റൂബിയോ നെതന്യാഹുവിനെ അറിയിച്ചു. അതേസമയം ഈ ഒരു അവസരം ഹമാസിന് ശക്തമായൊരു താക്കീത് നൽകാനും നെതന്യാഹു ഉപയോഗപ്പെടുത്തി. ഹമാസിന്റെ തടവിലുള്ള എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ല എങ്കിൽ ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഗസയിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത്. റൂബിയോ ട്രംപിന്റെ നിർദ്ദേശത്തെ വലിയൊരു വഴിത്തിരിവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജെറുസലേമിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റൂബിയോയോ നെതന്യാഹുവോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല. തങ്ങൾക്ക് കൃത്യമായൊരു പദ്ധതിയുണ്ടെന്നും പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്നും ഗസയിൽ നരകത്തിന്റെ വാതിൽ എപ്പോഴാകും തുറക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല, എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ല എങ്കിൽ തീർച്ചയായും ആ കവാടങ്ങൾ തുറക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ. ഹമാസിന്റെ സൈനിക ശേഷിയും ഗസയിൽ തുടരുന്ന ഭരണവും ഇസ്രായേൽ ഇല്ലാതാക്കി സകല ബന്ദികളെയും മോചിപ്പിക്കും. ഗസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ല എന്നും യുഎസിന്റെ പിന്തുണ തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായകമെന്നും റൂബിയോയുമായുള്ള ചർച്ചയിൽ നെതന്യാഹു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും 15 മാസത്തിലേറെയായി നടക്കുന്ന യുദ്ധത്തിന് അവസാനം കാണുക എന്ന ലക്ഷ്യത്തോടെയുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ വരുന്ന ആഴ്ചയിൽ ദോഹയിൽ നടക്കാനിരിക്കെ റൂബിയോയുടെ ഈ ഒരു വരവ് അത്ര ശുഭകരമായ വാർത്തയല്ല എന്നാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിൽ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് ട്രംപിന്റെ ഗസ വിഷന്റെ പിരിമുറുക്കം റൂബിയോയുടെ ഈ ഒരു സന്ദർശനത്തോടെ വർദ്ധിച്ചു വന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗസ മുനമ്പിന്റെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ ഹമാസ് തയ്യാറാണ് എന്നാണ്. പലസ്തീൻ രാഷ്ട്രത്വത്തെ ഇല്ലാതാക്കുന്ന ഗസ വിഷൻ പദ്ധതിയുമായി യുഎസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വികസനവും വരുന്നത്.